നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നവരാത്രി കാലത്ത് 9 ദിവസങ്ങളിലായിട്ട് നമുക്ക് സ്വയം 9 ദേവീഭാവങ്ങളെ ഉപാസിച്ചുകൊണ്ട് നമ്മുടെ ക്ഷേമൈശ്വര്യങ്ങൾ വർദ്ധിപ്പിക്കാവുന്നതാണ്. അതിനായിട്ട് 9 ദിവസവും ചെയ്യേണ്ട ദേവി ഉപാസനയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഏതൊരു വ്യക്തിക്കും അവർക്ക് പറ്റുന്ന രീതിയിൽ ഇനി പറയുന്ന ദ്രവ്യങ്ങൾ ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് ദേവിയുടെ അനുഗ്രഹം നേടാനായിട്ട് സാധിക്കും. ഓരോ ദിവസത്തെയും ദേവി രൂപത്തെയും ആരാധിക്കേണ്ട രൂപത്തെയും സമർപ്പിക്കേണ്ട ദ്രവ്യത്തെയും മറ്റുമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നവരാത്രിയുടെ ഓരോ ദിവസത്തിലും ദേവി ഓരോ രൂപത്തിലാണ് ആരാധിക്കുന്നത്. ദേവിയുടെ വിവിധ ഭാവങ്ങളെ വിവിധ രൂപത്തിൽ ആരാധിക്കുന്നു. സ്ഥലം, ഭാഷ, ആചാരം എന്നിവയ്ക്കനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ദേവീനാമങ്ങളും ദേവിയുടെ മന്ത്രങ്ങളും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. എന്നിരുന്നാലും പൊതുവായിട്ട് ആചരിക്കുന്ന കാര്യത്തെയാണ് ഇന്ന് പറയുന്നത്. നമുക്ക് ആദ്യം 1-ാം ദിവസത്തെ കാര്യം നോക്കാം. 1-ാം ദിവസം ശൈലപുത്രിയായിട്ടാണ് ആരാധിക്കുന്നത്. ശൈലപുത്രി എന്നാൽ ശൈലത്തിന്റെ പുത്രി അഥവാ പർവ്വതത്തിന്റെ പുത്രി എന്നാണ്. ഉന്നതമായിട്ടുള്ള യോഗ തലത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ശൈലപുത്രി എന്ന പേര് വന്നത്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുടെ ശക്തി ഒരുമിച്ച് ദേവിയിലുണ്ട് എന്നാണ് വിശ്വാസം. നവരാത്രി ആദ്യ ദിവസം ദേവിക്ക് ശൈലപുത്രി എന്നുള്ള ഭാവത്തിൽ, ആ ഭാവത്തെ മനസ്സിൽ സംഗമിച്ചുകൊണ്ട് ഒരു ചെറിയ പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് ദേവിക്ക് നിവേദ്യം എന്നുള്ള രീതിയിൽ സമർപ്പിക്കുക. അതിലൂടെ എല്ലാവർക്കും ആരോഗ്യം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. കുളിച്ച് കുറിതൊട്ട് ശുദ്ധമായ വസ്ത്രത്തോടുകൂടി വേണം ഭഗവതിക്ക് ഈ ശൈലപുത്രി സങ്കല്പത്തിൽ നെയ്യ് വയ്ക്കുവാനായിട്ട്. പൂജാമുറിയിലോ വിളക്ക് കത്തിക്കുന്നിടത്തോ നെയ്യ് സമർപ്പിക്കുക ഭഗവതിക്കായിട്ട് എന്നുള്ള സങ്കല്പത്തിൽ ചെയ്യുക. 2-ാം ദിവസം ബ്രഹ്മചാരി രൂപത്തിലാണ് ഭഗവതിയെ സങ്കല്പിക്കുന്നത്. ഒരു കൈയിൽ രുദ്രാക്ഷവും മറുകൈയിൽ കമണ്ഡലവും കരഗ്രസ്തമായിട്ടിരിക്കുന്ന ദേവിയാണ് ബ്രഹ്മചാരിണി. ബ്രഹ്മചാരിണി ദേവിയെ പ്രീതിപ്പെടുത്താനായിട്ട് പഞ്ചസാരയാണ് സമർപ്പിക്കേണ്ടത്. ഇന്ന് കാണുന്ന തരത്തിലുള്ള പഞ്ചസാരയല്ല ദേവിക്ക് പ്രിയം. എന്നിരുന്നാലും ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇപ്പോഴുള്ള പഞ്ചസാര തന്നെയാണ്. പഞ്ചസാരം എന്നാണ് 5 മധുര വസ്തുക്കളിൽ നിന്ന് എടുക്കുന്ന അതിന്റെ സാരത്തെയാണ് പണ്ടുകാലത്ത് പഞ്ചസാരം എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് കരിമ്പിൻ നീരിൽ നിന്ന് രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തരിതരിയായിട്ട് എടുക്കുന്നത് തന്നെയാണ്. കഴിവതും ബ്രൗൺ ഷുഗർ എന്നുള്ള പഞ്ചസാര ഉപയോഗിക്കുക. അതാണ് കൂടുതൽ ശുദ്ധമായിട്ടുള്ളത്. അത് ലഭ്യമായിട്ടില്ലാത്തവർ നമുക്ക് കിട്ടുന്ന പഞ്ചസാര ദേവിക്ക് നിവേദ്യമായി ഒരു ചെറിയ പാത്രത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദേവിയുടെ പ്രീതി ഉണ്ടാകും. ബ്രഹ്മചാരിണി ദേവി സുന്ദരിയാണ്. സുന്ദരിയായിട്ടുള്ള ദേവി തന്റെ ഭക്തർക്കും കുടുംബാംഗങ്ങൾക്കും ദീർഘായുസ് നൽകുമെന്നാണ് വിശ്വാസം. 3-ാം ദിവസം ദേവിയെ ആരാധിക്കുന്നത് ചന്ദ്രഘണ്ഠ ദേവി എന്നുള്ള രൂപത്തിലാണ്. ചന്ദ്രഖണ്ഡ എന്നുള്ള വാക്കിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. ഖണ്ഡ എന്നാൽ ശബ്ദമാണ്. ചന്ദ്രൻ എന്നുള്ളത് ശീതളിമയുടെ ഒരു പദമാണ്, തണുപ്പിന്റെ പദമാണ്, ശാന്തതയുടെ പദമാണ്. എല്ലാ തിന്മകളെയും നശിപ്പിക്കുവാനും വേദന ഒഴിവാക്കാനുമാണ് ചന്ദ്രഘണ്ഠയായി ദേവിയെ ആരാധിക്കുന്നത്. ചന്ദ്രഘണ്ഠ ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് പായസമാണ് സമർപ്പിക്കേണ്ടത്. കൂഷ്മാണ്ഡ ദേവിയെയാണ് 4-ാം ദിവസം ആരാധിക്കേണ്ടത്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിട്ടാണ് കൂഷ്മാണ്ഡ ദേവിയെ സങ്കല്പിക്കുന്നത്. കൂഷ്മാണ്ഡം എന്നാൽ മത്തങ്ങ എന്നാണ് അർത്ഥം. പാലും ഏതെങ്കിലും ധാന്യവും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് വടക്കേ ഇന്ത്യയിലൊക്കെ ഇതിനായിട്ട് സമർപ്പിക്കുന്നത്. അവിടെ അതിന് മാൽപ്പുവ എന്നാണ് പേര്. തത്തുല്യമായിട്ടുള്ള പാൽപായസമോ മറ്റോ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. കൂഷ്മാണ്ഡ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് പാൽപായസം സമർപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദേവി ഭക്തർക്ക് ജ്ഞാനസിദ്ധി നൽകുന്നതാണ്. 5-ാം ദിവസം സ്കന്ദമാതാവിനെയാണ് ആരാധിക്കേണ്ടത്. താമരപ്പൂവിൽ ഇരിക്കുന്ന ദേവിയാണ് സ്കന്ദന്റെ മാതാവ് അഥവാ സുബ്രഹ്മണ്യ സ്വാമിയുടെ മാതാവാണ് സ്കന്ദമാത. കാർത്തികേയനെ മടിയിലിരുത്തിക്കൊണ്ടാണ് സ്കന്ദമാതാവിന്റെ രൂപം. ദേവിയെ തൃപ്തിപ്പെടുത്താനായിട്ട് വാഴപ്പഴമാണ് സമർപ്പിക്കേണ്ടത്. കദളിപ്പഴമോ ഞാലിപ്പൂവൻ പഴമോ നമുക്ക് അതിനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. 6-ാം ദിവസം ദേവിയെ കാർത്യായനി രൂപത്തിലാണ് ആരാധിക്കുന്നത്. കാർത്യായനി ദേവിയെ പ്രീതിപ്പെടുത്താനായിട്ട് തേനാണ് സമർപ്പിക്കേണ്ടത്. ശുദ്ധമായത് എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാനും നമ്മളിലേക്ക് നന്മകൾ എത്തിച്ചേരാനും കാർത്യായനി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ സഹായിക്കും. 7-ാം ദിവസം കാളരാത്രിയായിട്ടാണ് ഭഗവതിയെ ആരാധിക്കുന്നത്. ജീവിതത്തിൽ സന്തോഷം കൈവരുന്നതിനാണ് ഭഗവതിയെ ആരാധിക്കുന്നത്. ശർക്കര സമർപ്പിച്ചുകൊണ്ട് കാളരാത്രി ദേവി സങ്കല്പത്തിൽ സമർപ്പിച്ചാൽ അവരുടെ ജീവിതത്തിലും അവരുടെയും കുടുംബാംഗങ്ങളുടെയും ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമെന്നാണ് വിശ്വാസം. 8-ാം ദിവസം മഹാഗൗരി രൂപത്തിലാണ് നാം ദേവിയെ ആരാധിക്കുന്നത്. മഹാഗൗരി എന്നുള്ള വാക്കിൽ തന്നെയുണ്ട് മഹത്തരമായത് അല്ലെങ്കിൽ കൂടുതൽ ശക്തിയായത് എന്നാണ് അർത്ഥം.
സൗന്ദര്യത്തിനും ഉദാരതയ്ക്കുമൊക്കെ പേരുകേട്ട ഭഗവതിയാണ് മഹാഗൗരി. സൗന്ദര്യം, ഉദാരത എന്നീ നേട്ടങ്ങളൊക്കെ ഭക്തനും ഈ ഭഗവതി നൽകുന്നതാണ്. നാളികേരമാണ് അതിനായിട്ട് നിവേദ്യമായിട്ട് സമർപ്പിക്കേണ്ടത്. ഭഗവതിയെ സങ്കല്പിച്ചുകൊണ്ട് നാളികേരം അതിനായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിൽ ദേവിക്കായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അതിനോടൊപ്പം ശർക്കരയോ മറ്റ് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ എന്തെങ്കിലും ചേർത്ത് വേണമെങ്കിലും ചെയ്യാം. 9-ാം ദിവസം ദേവിയെ നാം ആരാധിക്കുന്നത് സിദ്ധിദാത്രിയായിട്ടാണ്. പൂർണ്ണതയുടെ പര്യായമായിട്ടാണ് സിദ്ധിദാത്രി ദേവിയെ കരുതപ്പെടുന്നത്. സിദ്ധിദാത്രി, സിദ്ധികൾ നൽകുന്ന ദേവി എന്നാണ്. പ്രകൃതിയുടെ വികൃതികളിൽ നിന്നും അത്തരത്തിലുള്ള പ്രകൃതി വിരുദ്ധ കാര്യങ്ങളിൽ നിന്നുമൊക്കെ ഭക്തരെ സംരക്ഷിച്ച് രക്ഷിക്കുന്ന ദേവിയാണ് സിദ്ധിദാത്രി. പ്രകൃതി ദുരന്തങ്ങളിലും നമുക്ക് സിദ്ധിദാത്രി ഭഗവതിയുടെ പ്രീതി വരുത്തേണ്ടത് ആവശ്യമാണ്. കേരളത്തിൽ ഇനിയും പ്രകൃതി ദുരന്തങ്ങൾ ഒന്നും ഉണ്ടാകാതെ ഇരിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് സിദ്ധിദാത്രി ദേവിയെ പ്രീതിപ്പെടുത്താം, ഭഗവതിയെ ആരാധിക്കാം. സിദ്ധിദാത്രി ദേവിക്ക് എള്ളാണ് സമർപ്പിക്കേണ്ടത്. എള്ള് ശർക്കര ചേർത്തോ കരിപ്പെട്ടി ചേർത്തോ ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. വെറുതെ എള്ള് സമർപ്പിച്ചാലും ദേവി പ്രീതി ഉണ്ടാകും. നവരാത്രിയിൽ ആരാധിക്കേണ്ട 9 നവദുർഗാ ഭാവങ്ങളെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. നമുക്ക് വളരെ എളുപ്പം ലഘുവായിട്ട് നമുക്ക് സ്വയം നിവേദ്യം നൽകിക്കൊണ്ട് ദേവി പ്രീതി എളുപ്പം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഈ നവരാത്രി കാലത്ത് നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക. തീർച്ചയായിട്ടും ദുർഗാ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിശേഷങ്ങളും വീഡിയോകളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.